അള്ളാഹുവിന്റെ കലാം ഒന്ന് വൃത്തിയോടെ സൂക്ഷിച്ചു എന്നൊരു പരിഗണന കൊണ്ടെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെട്ടാലോ, അതേ സമയത്തൊരു ഖുർആന് കരിക്കണമെങ്കിൽ ഒരു പേജ് ഇങ്ങനെ മറിക്കുമ്പോ അത്രയും പഴക്കം കൊണ്ടത് പൊടിപൊടിഞ്ഞ് വീഴുന്നുണ്ട്, ഉപയോഗിക്കാൻ ഇത് പറ്റൂല. ഓരോ പേജ് മറിക്കുമ്പോഴും പൊടിപൊടിയായി വീഴുകയാണ്, അത്രയും പഴക്കമുണ്ട് ആ പേജിന്. എന്നാലതൊന്ന് കരിക്കാം, കരിച്ച് തന്നെ പൊടിയാക്കിയിട്ട് നേർക്ക് നേരെ ഭക്ഷിക്കാൻ പറ്റൂല, അതിന്റെ ബഹുമാനമാണ്. ഒരു ഹർഫ് അങ്ങനെ തന്നെ നജസിലേക്ക് പോകാൻ പാടില്ല, ഒന്ന് പൊടിക്കണം, പൊടിച്ചിട്ട് ഭക്ഷിക്കാം, വെള്ളത്തിലിട്ട് കുടിക്കാം, ശുദ്ധവെള്ളം ഒഴുകുന്നിടത്ത് ഒഴുക്കി വിടാം, ജനങ്ങൾ നടക്കുന്നിടത്ത് ചവിട്ടി വിടാൻ പറ്റൂല. വീട്ടിലുള്ള പഴയ മുസഫൊക്കെ എടുത്ത് നാളെ കത്തിക്കാനല്ല പറഞ്ഞത്, കാത് കൂർപ്പിച്ച് കേൾക്കണം. ഒരു പേജ് ഇങ്ങനെ മറിക്കുമ്പോ, പേജായിട്ടുള്ള മുസഫ് ഒരു പേജ് ഇങ്ങനെ മറിക്കുമ്പോ ആ മറിക്കുന്ന പേജ് പൊട്ടി ഒടിഞ്ഞ് വീഴുകയാണ്, അത്രയും പഴക്കൊണ്ട് അതിന്. ഒരേള മുസഫൊക്കെ അങ്ങനെ ഒടിഞ്ഞ് വീണ്ട ഇല്ല. ഒരേള മുസഫിന് പേജ് കുറെ കുറഞ്ഞിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ ഓതാൻ പോയിട്ട് ആ കുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കുട്ടി കച്ചറ ഓടിയിട്ടൊക്കെ പറിച്ചതാ, പറിക്കാൻ പാടില്ലട്ടോ. ഒരൊറ്റ ഖുർആന്റെ പേജും പറിക്കരുത്. 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു ജുസിന്റെ മുസാഫില്ലേ, 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് മുസാഫില്ലേ, അത് ഭംഗിയായി സൂക്ഷിക്കണം, അപ്പോഴേ നിങ്ങളെ ഇൽമു വർദ്ധിക്കുള്ളൂ. അതിന്റെ ചട്ട